ആലപ്പുഴ മാന്നാറിൽ വൃദ്ധദമ്പതികൾ മരിച്ചത് കൊലപാതകം. മകൻ വിജയൻ കുറ്റം സമ്മതിച്ചു. ചെന്നിത്തല കോട്ടമുറി കൊറ്റോട്ട് വീട്ടിൽ രാഘവൻ, ഭാര്യ ഭാരതി എന്നിവരാണ് മരിച്ചത്. കൊലപാതകത്തിന് പ്രകോപനം സ്വത്ത് തർക്കം എന്നാണ് പോലീസ് പറയുന്നത്. മനീഷ് മഹിബാൽ ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. മനീഷ്, ഒരു നടുക്കുന്ന വിവരമാണ് ഈ വൃദ്ധദമ്പതികളുടെ കൊലപാതകത്തിന് പിന്നിൽ മകനാണ് പ്രവർത്തിച്ചത് എന്നുള്ള വിവരം. എന്താണ് പോലീസ് ഏറ്റവും ഒടുവിലായി വ്യക്തമാക്കുന്നത്? ഈ മകൻ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. എന്താണ് പോലീസ് നൽകുന്ന വിവരം? മനീഷ് മഹിബാൽ. മനീഷ്, കേൾക്കാമോ? മനീഷ്, റിജിത്ത്, ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഏറ്റവും പുതിയ വിവരം ഇത് കൊലപാതകമാണെന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഈ പ്രതി വിജയൻ ഇവരുടെ മകനാണ്. ഇയാൾ കുറ്റസമ്മതം നടത്തി. പ്രകോപനമായിട്ടുള്ളത് ഈ സ്വത്ത് തർക്കം സംബന്ധിച്ച് വീട്ടിൽ കുറച്ച് ദിവസങ്ങളായി വലിയ രീതിയിലുള്ള തർക്കം നിലനിന്നിരുന്നു എന്നുള്ള ഏറ്റവും പുതിയ വിവരമാണ്. അങ്ങനെ മാന്നാർ പോലീസ് ഇന്ന് രാവിലെയാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത്. ഈ വീടിന് തീപിടിച്ച ശേഷം ഇയാൾ എവിടെ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ നിന്നും ഈ കത്തിയ വീട്ടിന് ഒരു 200 മീറ്റർ അകലെ നിന്നാണ് മകൻ വിജയനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാൾ കുറ്റസമ്മതം നടത്തി. വീടിന് തീ വെച്ചത് ഇയാൾ തന്നെയാണെന്നാണ് നിലവിൽ പോലീസിനോട് സമ്മതിച്ചിട്ടുള്ളത്. വീടിന്റെ അകത്ത് നിന്നും ഏതാനും മണ്ണെണ്ണയുടെ അവശിഷ്ടം കൂടി നേരത്തെ പോലീസ് കണ്ടെത്തിയിരുന്നു. അങ്ങനെയെങ്കിൽ ഈ കൊലപാതകത്തിന് അല്ലെങ്കിൽ ഈ തീ വെക്കുന്നതിന് മുൻപ് ഒന്നെങ്കിൽ ഇവരെ മയക്കി കിടത്തുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയോ ചെയ്ത ശേഷമായിരിക്കാം തീ വെച്ചതെന്നാണ് നിലവിൽ പോലീസിന്റെ പ്രാഥമിക നിഗമനം. അത് സംബന്ധിച്ചുള്ള FIR, കൊലപാതകത്തിന് പോലീസ് കേസെടുക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അത് സംബന്ധിച്ചുള്ള FIR ഉടൻ രജിസ്റ്റർ ചെയ്യുമെന്ന് കൂടി അറിയുന്നുണ്ട്. ഇൻക്വസ്റ്റ് നടപടികൾ മാവേലിക്കരയിലെ ആശുപത്രിയിൽ വെച്ചായിരിക്കും നടത്തുക. അങ്ങോട്ടേക്കാണ് മൃതദേഹം മാറ്റിയിട്ടുള്ളത്. പൂർണ്ണമായും രണ്ടുപേരുടെയും മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു. ഇന്ന് പുലർച്ചെ 3:30യോടുകൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടായതെന്നാണ് അയൽവാസികൾ പറയുന്നത്. തൊട്ടടുത്ത വീട്ടിൽ താമസിക്കുന്ന ആളാണ്, ഇവരുടെ ബന്ധു കൂടിയാണ്. അയാളാണ് ഈ ജനൽ വഴി വലിയൊരു വെട്ടം, വീടിന്റെ തൊട്ട് പടിഞ്ഞാറ് വശത്ത് വലിയൊരു വെട്ടം കാണുന്നതും അങ്ങനെ ഓടിയെത്തുന്ന സമയത്ത് മറ്റു അയൽവാസികളും ഇത് കണ്ട് വന്നു. ബക്കറ്റിൽ വെള്ളം ഒഴിച്ച് കെടുത്താൻ ശ്രമിച്ചിട്ട് നടന്നില്ല. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതൊരു അലൂമിനിയം ഷീറ്റുകൾ ഉണ്ടാക്കിയൊരു വീടാണ്. വർഷങ്ങളായി ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. മറ്റ് തടി കഷ്ണങ്ങളൊക്കെ തന്നെ ഉണ്ട്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തീപിടുത്തം ഉണ്ടാകും. കോൺക്രീറ്റ് വീടല്ലാത്തത് കൊണ്ട് പൊടും തന്നെ കത്തി നശിച്ചിട്ടുണ്ടാകും. അങ്ങനെ പിന്നീട് ഫയർഫോഴ്സ് എത്തിയപ്പോഴേക്കും ഇതിനകത്ത് കയറിയപ്പോൾ പൂർണ്ണമായി വീട് കത്തി നശിച്ചിരുന്നു. കത്തിക്കരിഞ്ഞ നിലയിലായിരുന്നു. ഇൻക്വസ്റ്റ് മാവേലിക്കര ആശുപത്രിയിൽ നടക്കുന്ന നിലവിൽ ഈ വിജയനെ പോലീസ് പിടികൂടി മാന്നാർ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ഇയാൾ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അരുംകൊലയ്ക്ക് കാരണം എന്ന് പോലീസ് പറയുന്നുണ്ട്. എന്താണ് അതുമായി ബന്ധപ്പെട്ട് പോലീസ് കൂടുതലായി വിശദീകരിക്കുന്നത്? ആ തർക്കത്തിന്റെ സ്വഭാവം എന്താണ്? അതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ് മനീഷ്? ശ്രീജിത്ത്, രാഘവൻ, ഭാരതി, ഈ മരിച്ചിട്ടുള്ള ഇവർക്ക് 5 മക്കളാണുള്ളത്. 5 മക്കളിൽ 3 മക്കൾ നേരത്തെ തന്നെ മരിച്ചു പോയിരുന്നു. ഒരു മകളും പിന്നീട് ഈ വിജയനുമാണുള്ളത്. അങ്ങനെ വിജയൻ ഈ സ്വത്തിനു വേണ്ടി നിരന്തരമായി വീട്ടുകാരോട് പല രീതിയിൽ പലതവണ ബഹളം വയ്ക്കുകയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതായിട്ട് അയൽവാസികൾ പറയുന്നുണ്ട്. വർഷങ്ങളായി ഇത് സംബന്ധിച്ച് സ്വത്ത് വീതം വെക്കണം, മകനും മകൾക്കുമായി വീതം വെക്കണമെന്ന രീതിയിൽ തർക്കമുണ്ടായിരുന്നു. അങ്ങനെ ഈ വീട്ടിൽ എപ്പോഴും വരുന്ന ആളല്ല ഈ വിജയൻ താമസിച്ചിരുന്നത് മറ്റൊരു സ്ഥലത്താണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരും. സൈക്കിളിലാണ് എപ്പോഴും യാത്ര ചെയ്യാറുള്ളത്. കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിരുന്നു എന്ന് പോലീസ് പറയുന്നുണ്ട്. അതിനുള്ള കഴിഞ്ഞ ദിവസം നാട്ടുകാരടക്കം വിജയൻ ഇവിടെ വന്നതായിട്ടുള്ള തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം ഈ തീപിടുത്തത്തിന് മുൻപും പിൻപും ഇയാളെ നാട്ടുകാർ കണ്ടിരുന്നെങ്കിലും പിന്നീട് കണ്ടിരുന്നില്ല. ഈ സ്വത്ത് തർക്കം ഇവിടെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും അറിയാവുന്ന വിഷയമാണ്. അതിൻ്റെ പേരിൽ പരസ്യമായി തന്നെ ഇവിടെ വീട്ടുകാർ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ബഹളം വയ്ക്കുകയൊക്കെ തന്നെ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തീപിടുത്തം ഉണ്ടായി ഈ അസ്വാഭാവിക രീതിയിൽ ഇവർ മരിച്ച സാഹചര്യത്തിൽ തന്നെ അയൽവാസികൾ ആദ്യം തന്നെ വിജയന്റെ പേര് സംശയത്തോടുകൂടി പറഞ്ഞിരുന്നു. വിജയൻ തന്നെ ആയിരിക്കാം ഈ തീ വെച്ചതെന്ന് കൊച്ചുമകൻ വിഷ്ണു കൂടി പ്രതികരണം നടത്തിയിരുന്നു. വേറെ ആരും അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലെന്നുള്ള കാര്യം. എന്നാൽ ആദ്യഘട്ട ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റസമ്മതം നടത്തിയില്ല, തനിക്കറിയില്ല, താനും തീപിടുത്തം കണ്ട് അതിന്റെ പരിഭ്രാന്തിയിൽ ഓടി മാറിയതാണെന്നാണ് പോലീസിനോട് ആദ്യം പറഞ്ഞത്. പക്ഷേ പിന്നീട് വിശദമായ ചോദ്യം ചെയ്യൽ ഇയാൾ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്, കൊലപാതകം തന്നെയാണ് എന്നാണ് പോലീസ് പറയുന്നത്. കൃത്യമായ ആസൂത്രണത്തോടു കൂടി തന്നെ നടത്തിയിട്ടുണ്ട്. എങ്ങനെ നടത്തി എന്നുള്ള കാര്യമാണ്. ഈ തീപിടുത്തത്തിന് മുൻപ് ഇവരെ വേറെ ഏതെങ്കിലും രീതിയിൽ അപായപ്പെടുത്തിയിട്ടുണ്ടോ, അങ്ങനെ കിടത്തിയ ശേഷമാണോ തീ വെച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഇനി ചുരുൾ അഴിയേണ്ടതുണ്ട്. ഇനി മറ്റാർക്കെങ്കിലും ഇതിൽ കൂടുതൽ സ്വത്ത് തർക്കമായതുകൊണ്ട് തന്നെ പോലീസിന് കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. മറ്റാർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്നുള്ള വിഷയം അന്വേഷിക്കുന്നുണ്ട്. ചെങ്ങന്നൂർ DYSPക്കാണ് ഇതിന്റെ അന്വേഷണ ചുമതല. ശ്രീജിത്ത്, ശരി. മനീഷ് മഹിബാൽ ആ വീട്ടിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു. സ്വത്ത് തർക്കത്തിന് പിന്നാലെയാണ് സ്വന്തം അച്ഛനെയും അമ്മയെയും മകൻ തീ കൊളുത്തി കൊന്നിരിക്കുന്നത്. വീടിന് തീ വെച്ചാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ
മകൻ വിജയൻ ഇപ്പോൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസ് കടക്കുന്നുമുണ്ട്. മനീഷ് മഹിബാൽ വിവരങ്ങൾ നൽകുകയായിരുന്നു.